ഒക്ടോബർ 3 വ്യാഴാഴ്ച. ലൂക്ക 10:1 മുതൽ 12 വരെ വാക്യങ്ങൾ. പാരീസ് സർവകലാശാലയിൽ പഠിക്കുമ്പോഴാണ് ഫ്രാൻസിസ് സേവ്യറിന് പൗരോഹിത്യത്തിലേക്കുള്ള വിളി അനുഭവപ്പെട്ടത്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് ഒരു മിഷണറിയായി വരികയും ചെയ്തു. ഇന്ത്യയിൽ നിന്നുള്ള ഒരു കത്തിൽ അദ്ദേഹം ഇന്നത്തെ സുവിശേഷത്തിലെ യേശുവിൻ്റെ വാക്കുകൾ ആവർത്തിക്കുന്നുണ്ട്. വിളവ് ധാരാളം, പക്ഷേ വേലക്കാർ ചുരുക്കം. ഫ്രാൻസിസ് എഴുതി, ഇവിടുത്തെ തദ്ദേശീയരായ ക്രിസ്ത്യാനികൾക്ക് പുരോഹിതന്മാരില്ല. അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കാൻ ആരുമില്ല. അവരെ പഠിപ്പിക്കാൻ ആരുമില്ല. ഒരു കാരണത്താൽ മാത്രമാണ് പലരും ക്രിസ്ത്യാനികളാകാത്തത്. അവരെ ക്രിസ്ത്യാനികളാക്കാൻ ആരുമില്ല. യൂറോപ്പിലെ സർവകലാശാലകളെ ചുറ്റിക്കറങ്ങി എല്ലാ യുവാക്കളും എന്നെ സഹായിക്കാൻ വരണമെന്ന് ഒരു ഭ്രാന്തനെ പോലെ നിലവിളിക്കാൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷ വായന നമ്മോട് പറയുന്നത്, ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിനായി 72 ശിഷ്യന്മാരെ യേശു എല്ലാ പട്ടണങ്ങളിലേക്കും അയക്കുന്നതിനെ കുറിച്ചാണ്. ഇന്ന് യേശു നമ്മളെയും അങ്ങനെ ചെയ്യാൻ തിരഞ്ഞെടുക്കുകയാണ്. അന്നത്തെ പോലെ തന്നെ ഇന്നും വിളവ് സമൃദ്ധമാണ്. എന്നത്തേക്കാൾ ഉപരിയായിട്ട് യേശുവിന് കൂടുതൽ വേലക്കാരെ ആവശ്യമുണ്ട്. വിളവെടുപ്പ് സമൃദ്ധമാണ്. ഇന്ന് ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ദൈവത്തെ അറിയില്ല, അല്ലെങ്കിൽ അവർ അവൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നു. മറ്റുള്ളവർ ദൈവത്തെ അറിയുന്നു, എന്നിട്ടും ഇരുട്ടിൽ ജീവിക്കുന്നു. ചില ആളുകൾ അവരുടെ വ്യക്തിപരമായ അജണ്ടയ്ക്കായി ദൈവത്തെയോ ദൈവനാമത്തെയോ ഉപയോഗിക്കുന്നു. ഇത്തരക്കാരിലേക്ക് കടന്നു ചെല്ലുക എന്നത് വിശ്വാസികളുടെ കടമയാണ്. ഓരോ ക്രിസ്ത്യാനിയും അയക്കപ്പെടുന്നവനാണ്. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്ന് ഇതിനർത്ഥമില്ല. നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മോടൊത്ത് താമസിക്കുന്നവർക്കും ചില സുവിശേഷ വേല ആവശ്യമായി വന്നേക്കാം. അവരോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രധാനമാണെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിനും പെരുമാറ്റത്തിനും നമ്മുടെ വായേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മിൽ ദൈവരാജ്യം കാണേണ്ടത് അത്യാവശ്യമാണ്. ഓരോ വിശ്വാസിയും തങ്ങൾ വിശ്വസിക്കുന്നത് പ്രായോഗികമായി കാണിക്കണം. ദൈവരാജ്യം അമൂർത്തമായ ഒന്നല്ല, ഇതുവരെ പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടാത്ത യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഒരിക്കൽ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് യേശുവിൻ്റെ എല്ലാ പഠിപ്പിക്കലുകളുടെയും കേന്ദ്രപ്രമേയം. സമീപ ഭാവിയിൽ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായ നിവൃത്തിയാണ് നമ്മുടെ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. യേശു തന്നെ എല്ലാം അവൻ്റെ കീഴിലാക്കിയ ദൈവത്തിന് വിധേയനാക്കപ്പെടും. അങ്ങനെ അവൻ എല്ലാവർക്കും എല്ലാമാകും. ദൈവരാജ്യത്തെ എല്ലാവരെയും അറിയിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ അത് സജീവമാക്കുന്നതിനും വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നാം ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടതിൻ്റെ ആത്യന്തിക കാരണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം